മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഡൽഹിയിൽ ചർച്ചകൾ നടക്കാനിരിക്കെ നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് കോൺഗ്രസിൽ ഫ്ലക്സ് യുദ്ധം കടുക്കുകയാണ്. തിരുവനന്തപുരത്തും കോഴിക്കോടും വി.ഡി. സതീശനെതിരെ ഫ്ലക്സുകൾ പതിച്ചു. മലപ്പുറത്താവട്ടെ കെ.സി. വേണുഗോപാലിന്റെ ചിത്രത്തിന് മുകളിൽ സ്പ്രേ പെയിന്റ് അടിച്ചു. പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഫ്ലക്സിന്റെ എണ്ണം കൂടിയതുകൊണ്ടോ ജാഥകൾ കൂടുന്നതുകൊണ്ടോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാകില്ല എന്ന് കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറിയപ്പോൾ ആരും മിണ്ടിയില്ലെന്നും വിഭാഗീയതയുടെ കളികളാണ് നടക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചു. ഫ്ലക്സിന്റെ എണ്ണം കൂടിയതുകൊണ്ടോ ജാഥകൾ കൂടിയതുകൊണ്ടോ ഒന്നും തീരുമാനമാവില്ല. തീരുമാനമാണെങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകണം. അത് ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാവുന്നതാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരം. അവരാരും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഫ്ലക്സിൽ തുപ്പുന്നവരുടെയൊക്കെ അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സീനിയോറിറ്റി ഒന്നും പാർട്ടിക്കകത്ത് പലപ്പോഴും നോക്കിയിട്ടില്ലല്ലോ. സീനിയോറിറ്റി ഒന്നും പ്രശ്നമൊന്നുമല്ല. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കണം, ഘടകകക്ഷികളുടെ അഭിപ്രായം നോക്കണം. ഇതൊരു സിംഗിൾ പാർട്ടി ഗവൺമെൻറ് അല്ല, ഇതൊരു കൊയിലീഷൻ ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായും ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടെ ആരായി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി. മാത്രമല്ല, ഫ്ലെക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. ഞാൻ ചോദിക്കട്ടെ, സീറ്റ് കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചവരെ ഞാൻ കണ്ടല്ലോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ജയിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അടുത്ത് പോയി ആ ശവകുടീരത്തിൽ കണ്ണീരൊഴുക്കുന്ന ഞാൻ കണ്ടു. ജയിച്ചു കഴിഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വീണ്ടും അവിടെ പോയവരുണ്ട്. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ചന്നം ചിഹ്നമാക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം വേണ്ടിയോ? ഇപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിനൊക്കെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഫ്ലക്സ് ഒക്കെ നശിപ്പിക്കുമായിരിക്കും. അതല്ലാതെ എതിർ രാഷ്ട്രീയക്കാരനായ ഒരു നേതാവിന്റെ ഫ്ലക്സിൽ തുപ്പുക എന്ന പരിപാടി എതിർ രാഷ്ട്രീയക്കാർ പോലും ചെയ്യില്ല. കാര്യം അതെന്താണ്? കാര്യം അത്രത്തോളം അത് സംസ്കാര വിരുദ്ധ പണിയാണ്. അതാണ് ഒരാൾ ആന്റണിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ ഒരുത്തം വന്ന് രാവിലെ കാണിച്ചിട്ട് പോയത്. എന്തൊക്കെയാണ് നടക്കുന്നത് ഷഫീദ്? ഹാഷ്മി, കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട തെരുവിൽ കൈവിട്ട പ്രതിഷേധമാണ് നടക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല നേതാക്കൾക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് കെ. മുരളീധരന്റെ പ്രതികരണം കേട്ടതാണ്. ഈ ഫ്ലെക്സിൽ നേതാക്കളുടെ മുഖത്ത് തുപ്പുന്ന ആളുകൾ കോൺഗ്രസ്സുകാരല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിയ വി.ഡി. സതീശൻ അനുകൂല പ്രകടനവുമായി ബന്ധപ്പെട്ട് ഫ്ലെക്സുകൾ തകർത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വി.ഡി. സതീശനെതിരായിട്ടുള്ള കെ സി വേണുഗോപാൽ പക്ഷത്തിന്റെ നീക്കം എന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത്. വെള്ളയമ്പലത്തടക്കം ഈ വി.ഡി. സതീശന്റെ ഫ്ലെക്സിന് മുകളിൽ കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് എന്നൊക്കെയുള്ള പോസ്റ്ററുകൾ, എന്നൊക്കെയുള്ള സ്റ്റിക്കറുകൾ അത് പ്രത്യക്ഷപ്പെടുന്നത് കണ്ടു. തൊട്ടടുത്ത നിമിഷമാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫ്ലെക്സ് അത് കെ.സി. വേണുഗോപാലിന് അനുകൂലമായി പ്രത്യക്ഷപ്പെട്ടത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല, ആർട്ടിഫിഷ്യൽ ചോയ്സിനെ കേരളം തിരിച്ചറിയും, ഉമ്മൻചാണ്ടി സർക്കാരിനെ തീവെട്ടിക്കൊള്ളക്കാരുടെ സംഘമെന്ന് വിശേഷിപ്പിച്ചത് ആര്? കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ ജില്ലകൾ തോറും കൂലിപ്പട്ടാളത്ത് ഇറക്കി പ്രകടനം നടത്തിയത് ആര്? കോടികൾ മുടക്കി കൃത്രിമ ബുദ്ധിയാൽ പൊതുബോധം ഉണ്ടാക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വി.ഡി. സതീശനെ മുനവെച്ചുകൊണ്ട് അത്തരത്തിൽ ചില ഫ്ലക്സുകളും ഇന്ന് തിരുവനന്തപുരത്തിന്റെ പല സ്ഥലങ്ങളും പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി തന്നെ അത്തരത്തിലുള്ള ഫ്ലക്സുകൾ, പോസ്റ്ററുകൾ, അത്തരം പ്രതിഷേധങ്ങളൊക്കെ കണ്ടു. ഇന്നലെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും ഈ കരിയോയിൽ ഈ ഫ്ലക്സുകൾക്ക് മുകളിൽ ഒഴിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം അത് പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനിടെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നമ്മൾ ലൈവ് ചെയ്യുന്നതിനിടെ ഈ ആന്റണിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ ശാസ്തമംഗലം സ്വദേശി റിയാസത്തി വി.ഡി. സതീശന്റെ ഫ്ലക്സിൽ തുപ്പുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, അതിൽ അദ്ദേഹം ഇടിക്കുന്ന അടക്കമുള്ള അതിവൈകാരിക പ്രകടനമാണ് ചില കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അനുദിനം അല്ലെങ്കിൽ മണിക്കൂറുകൾ ഇടവിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്സുകൾ സ്ഥാപിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.